പതിവ് പോലെ നമുക്ക് ചില വേദഭാഗങ്ങൾ കൂടി വായിച്ച് കർത്താവിനെ ധ്യാനിക്കുവാൻ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ഈ ലോക ജീവിതത്തിൽ ദൈവവചനത്തെ ഘോഷിക്കുന്നതും അത് കേൾക്കുന്നതും പ്രമാണിക്കുന്നതും ജീവിതത്തിൽ വിടുതലാണെന്ന് എത്ര പേര് തിരിച്ചറിയും. ദൈവവചനം അത് വാഗ്ദത്തം ചെയ്യുന്നു. അവർ ഭാഗ്യമുള്ളവരാണ്, അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ആകയാൽ ഒരു വാക്യം കൂടി വായിച്ച് നമ്മുടെ കർത്താവിനെ നമുക്ക് ധ്യാനിക്കാം. 130 സങ്കീർത്തനം 6 വാക്യം. ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കും. ദൈവത്തിനായി കാത്തിരിക്കുന്ന എത്ര പേര്. എന്നാൽ ഈ ലോകത്തുള്ളതായ പലതിനു വേണ്ടിയും പലർക്കു വേണ്ടിയും നമ്മൾ കാത്തിരിക്കാറുണ്ട്. എത്ര സമയം വേണമെങ്കിലും നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുവാൻ തയ്യാറാണ്. അതിനെന്ത് വില കൊടുക്കുവാനും നമ്മൾ തയ്യാറാണ്. പക്ഷെ ദൈവത്തിനായി കാത്തിരിക്കുക എന്നുള്ളത് എല്ലാവരെ കൊണ്ടും അത് അസാധ്യമായ കാര്യമാണ്, കഴിയാത്ത കാര്യമാണ്. മറ്റേത് കാര്യങ്ങൾക്കും നമുക്ക് മുൻതൂക്കം കൊടുക്കുവാൻ കഴിയും. കാരണം ഇന്ന് ഈ ലോകവും ഈ ലോകത്തുള്ളതുമാണ് മനുഷ്യരെ മുൻപോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിൽ ഉള്ള ഭൗതികമായ നന്മകൾ ഇല്ലാതെ വന്നാൽ മനുഷ്യന്റെ ജീവിതം അതോടെ അവസാനിക്കുക. എന്നാൽ ഈ ലോകത്ത് ജീവിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമാണ് ദൈവം ഒരുക്കിയിരിക്കുന്നതായ ആ ദൈവരാജ്യത്ത് പോകുന്നതെന്ന് എത്ര പേര് തിരിച്ചറിയും. അതുകൊണ്ട് ഈ ലോകത്തുള്ളതായ എന്തിനു വേണ്ടി കാത്തിരിക്കുന്നതിനേക്കാളും കൂടുതലായി നാം ഈ ദിവസങ്ങളിൽ കാത്തിരിക്കേണ്ടത് നമ്മുടെ കർത്താവിന് വേണ്ടിയും കർത്താവിൻ്റെ വരവിന് വേണ്ടിയും ആയിരിക്കട്ടെ. ഇവിടെ പറയുന്നു, ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കും. നാം ഒക്കെയും ഇന്ന് രാത്രിയിൽ കിടന്നുറങ്ങും. വളരെ പ്രതീക്ഷയോടുകൂടിയും പ്രത്യാശയോടുകൂടിയുമാണ് ഇന്നത്തെ ദിവസം നമ്മൾ നീക്കിയത്. പല കാര്യങ്ങളിലും നമ്മൾ ഇടപെട്ടു, പല ബിസിനസ്സുകൾ ചെയ്തു, പല ജോലികൾ ചെയ്തു. അതിനെക്കുറിച്ചൊക്കെയുള്ളതായ വലിയ വലിയ സ്വപ്നങ്ങളോടുകൂടിയാണ് നമ്മളൊക്കെയും കിടന്നുറങ്ങുന്നത്. അങ്ങനെ കിടന്നുറങ്ങുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാളത്തെ പ്രഭാതത്തിൽ എന്തായിരിക്കും എന്നുള്ള വലിയ ചിന്തയാണ് നമ്മളെയൊക്കെ ഭരിക്കുന്നത്. അവിടെ ദൈവത്തിനായി കാത്തിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ആരുടെയും മനസ്സിൽ ഉണ്ടാകുവാൻ സാധ്യതയില്ല. എന്നാൽ സങ്കീർത്തനം എഴുതിയ രചയിതാവ് ഇപ്രകാരം പറയുകയാണ്, ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. യഹോവയ്ക്കായി ഇവിടെ താൻ കാത്തിരിക്കുന്നതിന് ചില കാരണങ്ങളുണ്ട്. അത് 1 മുതലുള്ളതായ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. യഹോവയെ ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, നിന്റെ ചെവി എൻ്റെ യാചനയ്ക്ക് ശ്രദ്ധിച്ചിരിക്കണമേ. അപ്പോൾ ഇവിടെ ആ വ്യക്തി ആഴത്തിൽ ആയിരിക്കുകയാണ്. എന്തിൻ്റെയൊക്കെയോ പേരിൽ താൻ ഏതോ ജീവിതത്തിലെ നിരാശപ്പെടുന്ന, ദുഃഖമനുഭവിക്കുന്ന, നഷ്ടമനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന ഏതൊക്കെയോ വിഷയങ്ങളുടെ മേൽ താൻ അഗാധമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണെന്ന് ഇവിടെ വ്യക്തമാണ്. ആഴത്തിൽ നിന്ന് ചിലരുടെയൊക്കെ ജീവിതത്തിൽ ചില മുറിവുകൾ ഉണ്ടായാൽ അത് ആഴത്തിൽ അവർക്കൊരിക്കലും അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയാത്ത നിലയിൽ അവർ ആയിപ്പോകുന്നതായി കാണാം. അതുപോലെ തന്നെ പാപത്തിന്റെ അഗാധതയിലേക്ക് വീണവർക്ക് അവിടെ നിന്ന് ഒന്ന് രക്ഷപ്പെടുവാൻ കഴിയാതെ പോകുന്നതായി നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ളതായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടായിരിക്കാം സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നത്, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, നിന്റെ ചെവി എൻ്റെ യാചനയ്ക്ക് ശ്രദ്ധിച്ചിരിക്കണമേ. ഇവിടെ താൻ ഒരു കാര്യം കൂടി ഓർപ്പെടുത്തുകയാണ്, യഹോവേ,
നീ ആ കൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവെ ആർ നിലനിൽക്കും. അപ്പോൾ തനിക്കൊരു കാര്യം കൂടെ ഓർമ്മ വരികയാണ്, എൻ്റെ ജീവിതത്തിലെ ആ കൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ നീ എന്നെ സഹായിക്കാനൊന്നും യാതൊരു സാധ്യതയുമില്ല, നിന്റെ സന്നിധിയിൽ എനിക്ക് നിലനിൽപ്പില്ല. എന്നാൽ ജീവിതത്തിൽ വന്നുപോയതായ ആ അകൃത്യങ്ങളെ താൻ ഓർത്ത് ദൈവത്തോട് പറയുവാൻ കാണിച്ചതായ ആ താല്പര്യത്തെ നമ്മൾ മാതൃകയാക്കേണ്ടത് ആവശ്യമായിരിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ ദൈവത്തെ ഓർമ്മപ്പെടുത്തി അതിൽ നിന്നൊരു മാനസാന്തരം ഉണ്ടായി ആഴത്തിൽ നിന്നുകൊണ്ട്, ജീവിത പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ യഹോവയ്ക്കായി കാത്തിരിക്കുന്നതായ ഒരു അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായും സ്വർഗത്തിലെ ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് അവൻ തന്നോടുള്ളതായ നല്ല സമീപനം കർത്താവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി തീരും. അതുകൊണ്ട് കർത്താവിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു. എന്തുകൊണ്ടായിരിക്കാം തന്റെ വചനത്തിൽ താൻ പ്രത്യാശ വെച്ചിരിക്കുന്നത്? ദൈവം വാക്ക് പറഞ്ഞാൽ വാക്കാണ്. ദൈവവചനം പറയുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നിങ്ങൾ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനമേൽപ്പിൻ. അപ്പോൾ ജീവിത പ്രശ്നങ്ങൾക്ക് വിരാമമുണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ വചനങ്ങൾ 100% നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഉവ്വു എങ്കിൽ ഉവ്വു എന്നും ഇല്ല എങ്കിൽ ഇല്ല എന്നുമുള്ളതായ ആ വചന സത്യത്തിൽ പ്രത്യാശയുള്ളവരായി നാം ജീവിക്കുകയും ചെയ്യണം. അപ്പൊ ദൈവം പറഞ്ഞതായ വാക്കുകളിൽ തനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങൾ മാനസാന്തരപ്പെടുവാൻ, യഥാസ്ഥാനപ്പെടുവാൻ ദൈവം നമ്മളോട് കൽപ്പിക്കുമ്പോൾ, കർത്താവെ നിന്റെ മുൻപിൽ ഞാൻ അകൃത്യം ചെയ്തിരിക്കുന്നു, അത് ഓർമ്മ വെച്ചാൽ ഞാനിപ്പോഴായിരിക്കുന്നതായ ആ ആഴത്തിൽ നിന്ന്, എൻ്റെ പ്രശ്നത്തിൽ നിന്ന്, പ്രതിസന്ധിയിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, സാമ്പത്തികമായ ഞെരുക്കത്തിൽ നിന്നും, ശുശ്രൂഷയിലുണ്ടായതായ അപാകതയിൽ നിന്ന്, സഭയുടെ തകർച്ചയിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടുവാൻ വേറൊരു വഴിയുമില്ല. അതുകൊണ്ട് ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. അവിടുന്ന് മാത്രമേ ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്നുള്ളൂ, അവിടുന്ന് മാത്രമേ ഞങ്ങളെ സഹായിപ്പാനുള്ളൂ. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഈ നീറുന്ന വിഷയങ്ങളുടെ നടുവിൽ ഞങ്ങളെ രക്ഷിപ്പാൻ അങ്ങ് വേഗം വരണമേ. അവിടെ പറയുന്ന മറ്റൊരു കാര്യം കൂടെ ഇപ്രകാരമാണ്, അവന്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ട്. അവൻ അകൃത്യങ്ങളിൽ നിന്നൊക്കെയും വീണ്ടെടുക്കുന്ന ദൈവമാണ്. അപ്പോൾ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് നിൽക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ ഞങ്ങളുടെ അകൃത്യങ്ങളിൽ നിന്നൊക്കെയും ഞങ്ങളെ വീണ്ടെടുക്കുന്ന ആ സർവശക്തനായ ദൈവത്തോട് ആഴത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിലവിളിക്കുകയാണ്. ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ ആർത്തിയോടെ എത്രയും പെട്ടെന്ന് ഉഷസ് വരുവാൻ എത്രയും പെട്ടെന്ന് സംഭവിക്കേണ്ടതിന് നാം കാത്തിരിക്കുന്നത് പോലെ യഹോവേ എത്രയും പെട്ടെന്ന് എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവുമായി നീ വേഗം വരണമേ, ഞാനിതാ കാത്തിരിക്കുന്നു. നമ്മളിൽ എത്ര പേര് ഈ ജീവിതത്തിലെ നീറുന്ന വിഷയയുടെ മുമ്പിൽ ദൈവത്തിനായി കാത്തിരിക്കും? ദൈവം എത്രയും പെട്ടെന്ന് ജീവിതത്തിൽ ഒരു വിടുതൽ നൽകുവാനായി നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കും, നിലവിളിക്കും. ഇവിടെ താൻ നിലവിളിക്കുകയാണ്. അപ്പോൾ പ്രശ്നം വളരെ ഗുരുതരമാണ്. അപ്പോൾ ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ധാരാളം വീണ്ടെടുപ്പുണ്ടെന്നും അകൃത്യങ്ങളിൽ നിന്നൊക്കെയും അവൻ മോചിക്കുകയും ചെയ്യുന്നുവെന്നും തന്നോട് അകൃത്യങ്ങളെ ഓർപ്പിച്ചാൽ കർത്താവ് നമ്മളെ വിടുവിക്കുമെന്നുള്ളതായ ആ ഉത്തമ ബോധത്തിൽ താൻ ദൈവത്തോട് പറയുകയാണ്, കർത്താവേ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ നീ എന്നെ വിടുവിപ്പാൻ യാതൊരു സാധ്യതയുമില്ല. എന്നാൽ അതിൽ നിന്നൊക്കെയും വീണ്ടെടുക്കുന്ന ഒരു ദൈവമാണല്ലോ അങ്ങ്. ഞങ്ങളുടെ ഈ നീറുന്ന വിഷയങ്ങൾക്ക് അങ്ങ് പരിഹാരം തരുമാറാണ്. ദൈവത്തിൽ നിന്ന് മാത്രമേ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ഒരു വിരാമമിടുവാൻ കഴിയുകയുള്ളൂ. ആകയാൽ ആ സങ്കീർത്തനക്കാരൻ, യഹോവേ ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു, കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ,
നിന്റെ ചെവി എൻ്റെ യാചനയ്ക്ക് ശ്രദ്ധിച്ചിരിക്കണമേ എന്ന് നമുക്കും നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ നിന്നെല്ലാം കർത്താവ് നമ്മളെ വിടുവിക്കും. ആത്മീയമാകട്ടെ, ഭൗതികമാകട്ടെ, ഏത് വിഷയം തന്നെയായിരുന്നാലും നമ്മുടെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല എന്ന് നാം തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് എടുത്തു വരികയാണ്. കരുണയുള്ള സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കും. കേട്ട വചനം പോലെ കർത്താവ് ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് എത്രയും പെട്ടെന്നൊരു വിടുതൽ ഉണ്ടാകേണ്ടതിന് യഹോവയ്ക്കായി കാത്തിരിക്കുന്ന തൻ്റെ ഭക്തൻ്റെ വാക്കുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശ ഉണർത്തുന്നതാണ്. ആകയാൽ ഞങ്ങൾക്കും ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് വിടുതലുണ്ടാകുവാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ വരികയാണ്. ഞങ്ങൾ നിന്നോട് നിലവിളിക്കുകയാണ്, ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾ നിന്നോട് യാചിക്കുകയാണ്. ഞങ്ങളോട് കരുണ കാണിക്കുമാറാണ്. കരങ്ങളെ സമർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ ധന്യമറിയ നാമത്തിൽ. അവൻ ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു.